ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളൊരു മുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. വളരെ തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ ഒരു മുട്ട റോസ്റ്റാണ്. ഇതിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. ഈ മുട്ട റോസ്റ്റിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 5-6 കാഷ്യൂനട്ടാണ്. ഈ കാഷ്യൂനട്ടിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാവേ. കറിക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ കാഷ്യൂ ചേർക്കുന്നത്. പിന്നെ കറി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 4 സബോള കനം കുറച്ചരിഞ്ഞത്, 4-5 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാവേ. ഇനി ഇത് വഴന്ന് വരുമ്പോൾ പൊടികൾ ചേർക്കുവാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 നുള്ള മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി വേണ്ടത് 2 തക്കാളി കനം കുറച്ചരിഞ്ഞതാണ്. അതും കൂടി ചേർക്കുവാണേ. പിന്നെ നമുക്ക് തക്കാളി വേകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് കുതിരാൻ വെച്ചിരിക്കുന്ന കാഷ്യൂ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കാഷ്യൂ ഈ വെള്ളം ഉൾപ്പെടെ നമ്മൾ ഒഴിച്ചിട്ട് വെണ്ണ പോലെ നമ്മൾ അരച്ചെടുക്കണം. അരച്ചു കൊണ്ടുവന്നിട്ട് അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിക്കാവേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് കാഷ്യൂൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം. കാഷ്യൂ ചേർത്താൽ കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ കറി നല്ലപോലെ നമുക്ക് കുറുകി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഫ്ലെയിം ലോവിലേക്ക് ആക്കിയിട്ട് 1/4 ഗ്ലാസ് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലും കൂടി നമുക്ക് ചേർക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അവസാനമായിട്ട് 2 നുള്ള മസാലപ്പൊടി കൂടി ചേർത്ത് യോജിപ്പിക്കാം. ഇനി നമ്മൾ മുട്ട പുഴുങ്ങിയത് കൂടി ചേർക്കുവാണ്. അപ്പം 4 മുട്ട നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് ഈ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കി അഭിപ്രായമൊക്കെ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. എന്നാൽ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.